Hello my dear students, welcome to LEARNER'S World. In this video, I talk about Unit 6, Learner-Centered Teaching. Learner-centered teaching is a kind of teaching that places the learner at center of the teaching learning process. അപ്പോൾ ഈ ഒരു ലേണർ-സെൻറ്റേർഡ് ടീച്ചിങ്ങിൽ ലേണറാണ് സെൻറ്ററായിട്ട് നിൽക്കുന്നത് ലേണറാണ്. ലേണറിനാണ് ലേണിംഗ് പ്രോസസ്സിലുള്ള റെസ്പോൺസിബിലിറ്റി മുഴുവനുള്ളത് ലേണറിനാണെന്നാണ് പറയുന്നത്. It sees learner as responsible for learning and teacher as a facilitator of learning. അപ്പോൾ ഈ ഒരു ലേണിംഗ് എന്നുള്ള ഒരു പ്രോസസ്സിലുള്ള ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരിക്കുന്നത് ലേണർക്കാണ്. ഈ ഒരു ലേണർ സെൻറ്റേർഡ് ടീച്ചിങ്ങിൽ ടീച്ചർ വെറും ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് ലേണിംഗിൽ ഒരു ഫെസിലിറ്റേറ്റർ ഒരു ഗൈഡായിട്ട് മാത്രമാണ് ടീച്ചർ നിലകൊള്ളുന്നത്. The principle behind this approach is that students learn more by active involvement and experiences. അപ്പോൾ ഈ ഒരു ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് ആ ഒരു രീതിയിൽ സ്റ്റുഡൻസിന് ആക്റ്റീവായിട്ട് ആ ഒരു ലേണിംഗ് ആ ഒരു പ്രോസസ്സിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യാനും അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് അതിലൂടെ കിട്ടാനൊക്കെ സാധിക്കുന്നുണ്ട്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണർ സെൻറ്റേർഡ് ടീച്ചിങ്. ഇനി ഈ ഒരു ലേണർ സെൻറ്റേർഡ് ടീച്ചിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് എൻഗേജസ് സ്റ്റുഡൻസ് ഇൻ ദ പ്രോസസ് ഓഫ് ലേണിംഗ്. അപ്പോൾ ഈ ഒരു ലേണിംഗ് പ്രോസസ്സിൽ സ്റ്റുഡൻസിനെ എൻഗേജ് ചെയ്യാൻ കഴിയുന്നുണ്ട് ഈ ഒരു ലേണർ സെൻറ്റേർഡ് മെത്തേഡിൽ. ടീച്ചർ എന്താണ്, വെറും ഒരു ഫെസിലിറ്റേറ്റർ, ഒരു ഗൈഡ് മാത്രമാണ്. ബാക്കിയുള്ള ലേണിങ്ങിലുള്ള ഫുൾ റെസ്പോൺസിബിലിറ്റി ഈ ഒരു ലേണർക്കാണ് ഉള്ളത്. ദെൻ ഇറ്റ് എൻകറേജസ് ലേണേഴ്സ് ടു റിഫ്ലക്റ്റ് ഓൺ ദെയർ ലേണിംഗ്. അതുപോലെ ലേണേഴ്സിന് അവരുടെ ലേണിംഗ് റിഫ്ലക്റ്റ് ചെയ്യാൻ ഒക്കെ എൻകറേജ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് എന്നുള്ളത്. ഇറ്റ് പ്ലേസസ് ദ ലേണേഴ്സ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. അപ്പോൾ ഈ ഒരു ലേണർ സെൻറ്റേർഡ് ടീച്ചിങ്ങിൽ ലേണറെ അതിൻ്റെ സെൻറ്ററിൽ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ സെൻറ്ററിൽ ലേണറെയാണ് പ്ലേസ് ചെയ്യുന്നത്, ടീച്ചറല്ല. ടീച്ചർ വെറും ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ് ഇവിടെ. ദെൻ ഇറ്റ് മേക്സ് ദ ലേണർ മോർ ആക്റ്റീവ്. ഇത് ലേണേഴ്സിനെ സ്റ്റുഡൻസിനെ മോർ ആക്റ്റീവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് കൺസിഡർ സ്റ്റുഡൻസ് നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ്. അതുപോലെ ഈ ഒരു ലേണർ സെൻറ്റേർഡ് മെത്തേഡിൽ സ്റ്റുഡൻസിൻ്റെ നീഡ്സും അവരുടെ ഇൻട്രസ്റ്റും ഒക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് മേക്സ് ദ ടീച്ചർ എ ഫെസിലിറ്റേറ്റർ ഓഫ് ലേണിംഗ്. ഈ ഒരു ലേണർ സെൻറ്റേർഡ് മെത്തേഡ് ടീച്ചർ വെറും ഒരു ഫെസിലിറ്റേറ്റർ ആക്കുകയാണ്. അതായത് ജസ്റ്റ് ഒരു ഗൈഡ് മാത്രമാണ് ടീച്ചർ, ബാക്കിയെല്ലാം ഈ ഒരു ലേണർ തന്നെയാണ്. ഇറ്റ് ഇംപ്രൂവ്സ് പാർട്ടിസിപ്പേഷൻ ഓഫ് ലേണേഴ്സ്. അപ്പോൾ ലേണേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷനൊക്കെ ഇതിലൂടെ ഇമ്പ്രൂവ് ആകുന്നുണ്ട്. ഇറ്റ് എൻകറേജസ് കൊളാബറേഷൻ. അതായത് കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ലേണിംഗ്, അവിടെ ഒരു കൊളാബറേറ്റീവ് ലേണിംഗ് നടക്കുന്നുണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടുള്ള ഒരു ലേണിംഗ് എൻകറേജ് ചെയ്യുന്നുണ്ട് ഈ ഒരു ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റുഡൻസ് റിസീവ് ഫ്രീക്വൻറ്റ് ഫീഡ്ബാക്ക്. അതുപോലെ ഇതിലൂടെ സ്റ്റുഡൻസിന് പെട്ടെന്നുള്ള ഒരു ഫീഡ്ബാക്കൊക്കെ കിട്ടുന്നുണ്ട്. ഇറ്റ് ഫെസിലിറ്റേറ്റ് ഇൻഡിപെൻഡൻറ്റ് ലേണിംഗ്. അതുപോലെ ഇതിലൂടെ ഒരു ഇൻഡിപെൻഡൻറ്റ് ലേണിംഗ് സാധ്യമാക്കുന്നുണ്ട്. ദെൻ ഇറ്റ് സീസ് ലേണേഴ്സ് ആസ് റെസ്പോൺസിബിൾ ഫോർ ലേണിംഗ്. അതുപോലെ നമുക്കിതിൽ കാണാൻ കഴിയും ലേണേഴ്സാണ് ഈ ഒരു ലേണിംഗ് പ്രോസസ്സിൽ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ലേണേഴ്സിനാണെന്നുള്ളത് മനസ്സിലാകും. ദെൻ ഹൈ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് അമംഗ് സ്റ്റുഡൻസ് ദംസെൽസ്. അതുപോലെ ഈ ഒരു ലേണേഴ്സിന് ടീച്ചറുമായിട്ടും നല്ല രീതിയിലുള്ള ഇൻറ്ററാക്ഷൻസ് നടക്കുന്നുണ്ട്. അതുപോലെ അമംഗ് സ്റ്റുഡൻസ്, അപ്പോൾ അവരുടെ ഇടയിലുള്ള മറ്റ് ലേണേഴ്സിനുമായിട്ടൊക്കെയുള്ള ഇൻറ്ററാക്ഷൻസൊക്കെ ഇതിലൂടെ സാധ്യമാക്കുന്നുണ്ട്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ലേണർ സെൻറ്റേർഡ് ടീച്ചിങ്. ഇനി ഈ ഒരു ലേണർ സെൻറ്റേർഡ് ടീച്ചിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഫെസിലിറ്റേറ്റ് കൊളാബറേറ്റീവ് ലേണിംഗ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്രൂപ്പ് ലേണിംഗ്, ഒരു കൊളാബറേറ്റീവ് ലേണിംഗ് ഇവിടെ നമുക്ക് സാധ്യമാണ്. ഇറ്റ് മേക്സ് ലേണേഴ്സ് ആക്റ്റീവ് ഇൻ ദ പ്രോസസ് ഓഫ് ലേണിംഗ്. അതുപോലെ ലേണേഴ്സിനെ ഈ ഒരു ലേണിംഗ് പ്രോസസ്സിൽ വളരെ ആക്റ്റീവായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ദെൻ ഇറ്റ് ഡെവലപ്പ് എ പ്രോബ്ലം സോൾവിങ് സ്കില്ല്. അതുപോലെ കുട്ടികളിൽ ഇങ്ങനെ ഈ ഒരു ലേണിംഗ് സെൻറ്റേർഡ് ആ ഒരു മെത്തേഡിൽ സ്റ്റുഡൻസിൽ നമുക്ക് പ്രോബ്ലം സോൾവിങ് സ്കില്ലൊക്കെ
വർദ്ധിപ്പിക്കുന്നതായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദെൻ ഇറ്റ് ക്രിയേറ്റ് ഇൻഡിപെൻഡൻറ്റ് ലേണേഴ്സ്. അതുപോലെ ഇൻഡിപെൻഡൻറ്റ് ലേണേഴ്സിനെ ഇതിലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഇംപ്രൂവ്സ് ഓഫ് പെർഫോമൻസ്. അതുപോലെ ലേണേഴ്സിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇറ്റ് എൻഹാൻസസ് പാർട്ടിസിപ്പേഷൻ ഓഫ് ലേണേഴ്സ്. അതുപോലെ ഈ ഒരു ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് ആ ഒരു മെത്തേഡിൽ ലേണേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷനൊക്കെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ്. അതുപോലെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ്. അതായത് കൊളാബറേറ്റീവ് ലേണിംഗ്, ഗ്രൂപ്പ് ലേണിംഗ് നടക്കുന്നുണ്ട്. അതുപോലെ നല്ല ഇൻറ്ററാക്ഷൻ നടക്കുന്നുണ്ട് ടീച്ചേഴ്സും ലേണേഴ്സും തമ്മിലായാലും. അതുപോലെ എമംഗ് ദ സ്റ്റുഡൻസ് അവർ തമ്മിലുള്ള ആ ലേണേഴ്സിൻ്റെ ഇടയിൽ തന്നെ നല്ല ഇൻറ്ററാക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് ഇത്. ദെൻ ഇറ്റ് ഗിവ്സ് ദ ലേണേഴ്സ് ഓപ്പർച്യൂണിറ്റി ഫോർ സെൽഫ് റിഫ്ലക്ഷൻ. അതുപോലെ അവിടെ ഈ ഒരു ലേണേഴ്സിന് അവരുടെ ഒരു സെൽഫ് റിഫ്ലക്ഷൻ അവർ തന്നെ അവർക്കൊന്ന് അസസ് ചെയ്യാനും അവരെ തന്നെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാനും ഒന്ന് പ്രതിഫലിക്കാനൊക്കെ കഴിയുന്നുണ്ട് ഈ ഒരു ലേണർ സെൻറ്റർ ടീച്ചിങ് മെത്തേഡ്. ഇറ്റ് ഇംപ്രൂവ് പെർഫോമൻസ് ഓഫ് ലേണേഴ്സ്. ദെൻ ഇറ്റ് ഗിവ്സ് ഇൻഡിവിജ്വലൈസ്ഡ് അറ്റൻഷൻ. അതുപോലെ ഇതിലൂടെ നമുക്കൊരു ഇൻഡിവിജ്വലൈസ്ഡ് അറ്റൻഷൻ കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ഡിഫറൻസസ് ബിറ്റ്വീൻ ടീച്ചർ സെൻറ്റേർഡ് ലേണിംഗ് ആൻഡ് ലേണർ സെൻറ്റേർഡ് ലേണിംഗ്. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടീച്ചർ സെൻറ്റേർഡ് ലേണിംഗ്. ടീച്ചർ ഈസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. അപ്പോൾ ടീച്ചർ സെൻറ്റേർഡ് ലേണിങ്ങിൽ ടീച്ചറാണ് ആ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ സെൻറ്ററിൽ നിൽക്കുന്നത്. വെറാസ് ലേണർ സെൻറ്റേർഡ് ലേണിംഗ്, ലേണർ ഈസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. പക്ഷേ ലേണർ സെൻറ്റേർഡ് ലേണിങ്ങിൽ ആരാണ് ഈ ഒരു സെൻറ്ററായിട്ട് നിൽക്കുന്നത്? ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത് ലേണറാണ്. ദെൻ ടീച്ചർ സെൻറ്റേർഡ് ലേണിംഗ്, ലേണേഴ്സ് ആർ ജനറലി പാസീവ്. അതായത് ടീച്ചർ സെൻറ്ററിൽ നിന്ന് കഴിഞ്ഞാൽ എന്താണ്, സ്റ്റുഡൻസൊക്കെ പാസീവായിരിക്കും, ടീച്ചർ മാത്രം ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ടീച്ചർ സെൻറ്റേർഡ് ലേണിങ്ങിൽ ലേണേഴ്സ് ആർ ജനറലി പാസീവ്. ദെൻ ലേണർ സെൻറ്റേർഡ് ലേണിംഗ്, ലേണർ ഈസ് ആക്റ്റീവ്. ലേണർ എന്താണ് ഇവിടെ ആക്റ്റീവാണ്, ലേണറാണ് സെൻറ്ററിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ലേണർക്കാണ് ഫുൾ റെസ്പോൺസിബിലിറ്റി ഈ ഒരു ലേണിംഗ് പ്രോസസ്സിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ ലേണർ ആക്റ്റീവാണ്. ദെൻ ടീച്ചർ സെൻറ്റേർഡ് ലേണിംഗ്, ക്ലാസ് റൂം ടെൻസ് ടു ബി ക്വയറ്റ് ആൻഡ് സൈലൻറ്റ്. അപ്പോൾ ടീച്ചർ മാത്രമേ അവിടെ എൻഗേജ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ക്ലാസ് റൂം ക്വയറ്റ് ആൻഡ് സൈലൻ്റ് ആണ്. വെറാസ് ലേണർ സെൻറ്റേർഡ് ലേണിംഗ്, ലേണർ ഈസ് ദ ക്ലാസ് ഈസ് നോയ്സി. ക്ലാസ് എന്താണ്, ആകെ ബഹളമാണ്. അവിടെ കൊളാബറേറ്റീവ് ലേണിംഗ് നടക്കുന്നുണ്ട്, ഇൻറ്ററാക്ഷൻസ് നടക്കുന്നുണ്ട്, ക്ലാസ് റൂം ആകെ ബഹളമാണ് എന്നാണ് പറയുന്നത്. ദെൻ ടീച്ചർ സെൻറ്റേർഡ് ലേണിംഗ്, ലെസ് ഇൻറ്ററാക്ഷൻ. ടീച്ചർ സെൻറ്റേർഡ് ലേണിങ്ങിൽ അത്ര ഇൻറ്ററാക്ഷൻ നടക്കുന്നില്ല. വെറാസ് ലേണർ സെൻറ്റേർഡ് ലേണിംഗ് ഹൈലി ഇൻറ്ററാക്റ്റീവ് ആണ്. ദെൻ ടീച്ചർ സെൻറ്റേർഡ് ലേണിംഗ്, ഇറ്റ് ഡസ് നോട്ട് ഫെസിലിറ്റേറ്റ് കൊളാബറേറ്റീവ് ലേണിംഗ്. അപ്പോൾ ടീച്ചർ സെൻറ്റേർഡ് ലേണിങ്ങിൽ കൊളാബറേറ്റീവ് ലേണിംഗ് നടക്കുന്നില്ല. വെറാസ് ലേണർ സെൻറ്റേർഡ് ലേണിംഗ്, ഇറ്റ് ഫെസിലിറ്റേറ്റ് കൊളാബറേറ്റീവ് ലേണിംഗ്. ദെൻ ടീച്ചർ സെൻറ്റേർഡ് ലേണിംഗ്, ഇറ്റ് ഡസ് നോട്ട് ഫെസിലിറ്റേറ്റ് പേഴ്സണലൈസ്ഡ് ലേണിംഗ്. അവിടെ ഒരു പേഴ്സണലൈസ്ഡ് ലേണിംഗ് ഒന്നും ടീച്ചർ സെൻറ്റേർഡ് ലേണിങ്ങിൽ നമുക്ക് കാണാൻ കഴിയില്ല. ബട്ട് ഇൻ ലേണർ സെൻറ്റേർഡ് ലേണിംഗ്, ഇറ്റ് ഫെസിലിറ്റേറ്റ് പേഴ്സണലൈസ്ഡ് ലേണിംഗ്. അപ്പോൾ നമുക്ക് ലേണർ സെൻറ്റേർഡ് ലേണിങ്ങിൽ നമുക്ക് എന്ത് കാണാൻ കഴിയും, ഈ ഒരു പേഴ്സണലൈസ്ഡ് ലേണിംഗ് കാണാൻ കഴിയും. ദെൻ ടീച്ചർ സെൻറ്റേർഡ് ലേണിംഗ്, ഇറ്റ് ക്രിയേറ്റ് ഡിപ്പെൻഡഡ് ലേണേഴ്സ്. അതായത് ടീച്ചർ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്ത് ലേണേഴ്സ് ഉണ്ടാവുക. അപ്പോൾ ഡിപ്പെൻഡഡ് ലേണേഴ്സിന് ക്രിയേറ്റ് ചെയ്യും എന്ത് ടീച്ചർ സെൻറ്റേർഡ് ലേണിംഗ്. ഓക്കെ. ദെൻ വെറാസ് ഇത് ലേണർ സെൻറ്റേർഡ് ലേണിംഗ്, ദ ഫോക്കസ് ഈസ് ഓൺ ലേണേഴ്സ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിപ്പെൻഡഡ് ലേണേഴ്സിന് കാണാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ലേണേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ആണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്, എവിടെ ലേണർ സെൻറ്റേർഡ് ലേണിങ്ങിൽ. ദെൻ ടീച്ചർ സെൻറ്റേർഡ് ലേണിംഗ്, ദ ഫോക്കസ് ഈസ് മോർ ഓൺ ടീച്ചേഴ്സ് ഇൻട്രസ്റ്റ്. ഇവിടെ നമുക്ക് ടീച്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ആണ് കാണാൻ കഴിയുന്നത്. പക്ഷേ നമ്മുടെ ലേണർ സെൻറ്റേർഡ് ലേണിങ്ങിൽ ഇറ്റ് കൺസിഡർ നീഡ്സ് ഓഫ് ലേണേഴ്സ്. ഇവിടെ നമുക്ക് ലേണേഴ്സിൻ്റെ നീഡ്സ്, ഇൻട്രസ്റ്റ് ഒക്കെയാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ടീച്ചർ സെൻറ്റേർഡ് ലേണിംഗ് ഡസ് നോട്ട് കൺസിഡർ ദ നീഡ്സ് ഓഫ് ലേണേഴ്സ്. അവിടെ നമുക്ക് ലേണേഴ്സിൻ്റെ നീഡ്സ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ ലേണർ സെൻറ്റേർഡ് ലേണിംഗ്, ഇറ്റ് മെയിൻലി ഫോളോസ് സെമിനാർ, അസൈൻമെൻറ്റ്, പ്രോജക്റ്റ്, ഗ്രൂപ്പ്
ഡിസ്കഷൻ, ഡിബാറ്റ് എക്സെട്ര. അപ്പോൾ നമുക്ക് ഈ ഒരു ലേണർ സെൻറ്റേർഡ് ലേണിങ്ങിൽ അസൈൻമെൻറ്റ്സ്, സെമിനാർ, പ്രൊജക്റ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഡിബാറ്റ് ഇതൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്. വേറസ് ടീച്ചർ സെൻറ്റേർഡ് ലേണിംഗ് ഇറ്റ് മെയിൻലി ഫോളോസ് ലെക്ചർ മെത്തേഡ്. അപ്പോൾ ടീച്ചർ സെൻറ്റേർഡ് ലേണിങ്ങിൽ ലെക്ചർ മെത്തേഡാണുള്ളത്. എന്നാലോ നമ്മുടെ ലേണർ സെൻറ്റേർഡ് മെത്തേഡിൽ ഗ്രൂപ്പ് ഡിസ്കഷനും അസൈൻമെൻറ്റ്സും സെമിനാറും ഒക്കെയാണുള്ളത്. അവിടെ ഒരു കൊളാബറേറ്റീവ് ലേണിംഗ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ നമുക്ക് ലേണർ സെൻറ്റേർഡ് ലേണിങ്ങിൽ സ്റ്റുഡൻസ് ഗെറ്റ് ഫ്രീക്വൻറ്റ് ഫീഡ്ബാക്ക്. നമുക്ക് സ്റ്റുഡൻസിന് പെട്ടെന്നുള്ള ഫീഡ്ബാക്കൊക്കെ ഈ ഒരു ലേണർ സെൻറ്റേർഡ് ലേണിങ്ങിന് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ഓൺലൈൻ ലേണിംഗ് മീൻസ് എഡ്യൂക്കേഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് ഓവർ ദ ഇൻ്റർനെറ്റ്. അപ്പോൾ ഇൻ്റർനെറ്റിലൂടെ നമ്മൾ എഡ്യൂക്കേഷൻ നേടുന്നതാണ് ഓൺലൈൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓഫൺ റെഫേർഡ് ടു ആസ് ഇ ലേണിംഗ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇ ലേണിംഗ് എന്നും വിളിക്കാൻ കഴിയും. അഡ്വാൻറ്റേജസ് ഓഫ് ഓൺലൈൻ ലേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലെസ് എക്സ്പെൻസീവ്, ഇറ്റ് റീച്ചസ് മോർ ഓഡിയൻസ്, ഇറ്റ് സേവ് ടൈം. അപ്പോൾ അത് ലെസ് എക്സ്പെൻസീവാണ്, അതുപോലെ ഒരുപാട് ഓഡിയൻസിലേക്ക് അത് എത്തിപ്പെടുന്നുണ്ട്. അതുപോലെ ഇത് സമയം നമുക്ക് ലാഭിക്കാൻ കഴിയും. ഇറ്റ് കൺവീനിയൻറ്റ് ടൈം സ്ലോട്ട്, മോർ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ക്യാൻ അറ്റൻഡ് ഫ്രം എനിവെയർ. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഒരേ സമയം ഈ ഒരു ഓൺലൈൻ ലേണിംഗ് സാധ്യമാണ്. അതുപോലെ ഏത് ലോകത്തിൻ്റെ കോണിൽ നിന്നിട്ടും ഈ ഒരു ഓൺലൈൻ ലേണിംഗ് സാധ്യമാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഈ ഒരു ഓൺലൈൻ ലേണിംഗ് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ട് വരുന്നുണ്ട്. നമുക്ക് എവിടെ ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് വേണ്ട എഡ്യൂക്കേഷൻ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ദെൻ സേവ് ടൈം, ആക്സസിബിലിറ്റി ടു ക്വാളിറ്റി റിസോഴ്സസ്, നോ നീഡ് ഓഫ് ട്രാവലിംഗ്, ജേർണി ക്യാൻ അവോയ്ഡഡ്. ഇതൊക്കെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. അതായത് നമുക്ക് ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എവിടെയാണ് ഇരിക്കുന്നത് അവിടെ ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എഡ്യൂക്കേഷൻ നമുക്ക് നേടിയെടുക്കാം. ദെൻ ഇറ്റ് ഈസ് ബെസ്റ്റ് ഓപ്ഷൻ ഡ്യൂറിങ് ദ പാൻഡമിക് സിറ്റുവേഷൻ. നമ്മുടെ ഈ ഒരു കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഓൺലൈൻ ലേണിംഗ്. ദെൻ ഡിസഡ്വാൻറ്റേജസ്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ്റർനെറ്റ് കണക്ഷൻ പ്രോബ്ലം, അല്ലേ? ഇതൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പഠനം നടക്കില്ല. ഇനാബിലിറ്റി ടു ഫോക്കസ് ഓൺ TV ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം. ടി വിയിൽ മാത്രമല്ല, മൊബൈൽ ഫോണിലാണെങ്കിലും നമ്മുടെ ലാപ്ടോപ്പിലാണെങ്കിലും ഒരുപാട് സമയം നമുക്ക് അതിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. നമുക്കത് ഒരുപാട് സമയം ഫോക്കസ് ചെയ്യാൻ കഴിയില്ല, നമ്മുടെ ഹെൽത്തിനൊക്കെ പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ട്. ദെൻ സെൻസ് ഓഫ് ഐസൊലേഷൻ. അപ്പോൾ ഈ ഒരു ഓൺലൈൻ ലേണിങ്ങിലൂടെ നമുക്ക് ഒരു സെൻസ് ഓഫ് ഐസൊലേഷൻ, നമ്മൾ ഒറ്റപ്പെട്ടു പോയതുപോലെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട്. പ്രാക്ടിക്കൽ സെഷൻസ് കാനോട്ട് ബി ഇഫക്റ്റീവ്. പ്രാക്ടിക്കൽ സെഷൻസ് ഒന്നും ഈ ഒരു ഓൺലൈൻ ലേണിങ്ങിലൂടെ അത്ര ഇഫക്റ്റീവായിട്ട് വരുന്നില്ല എന്നാണ് പറയുന്നത്. ദെൻ ബ്ലെൻഡഡ് ലേണിംഗ്. വാട്ട് ഈസ് ബ്ലെൻഡഡ് ലേണിംഗ്? well planned combination of meaningful activities in digital learning and traditional classroom learning. ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം ട്രഡീഷണൽ ലേണിങ്ങും അതുപോലെ ഡിജിറ്റൽ ലേണിങ്ങും നടത്തുന്ന ഒരു രീതിയാണ് ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ ക്ലാസ് റൂമിൽ തന്നെ നമുക്ക് ഒരേ സമയം നമ്മുടെ ട്രഡീഷണൽ മെത്തേഡായിട്ടുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകളും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്ക്രീനുകളിൽ വിഷ്വൽസ് കാണിച്ച് ഓൺലൈനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക, വീഡിയോസ് കാണിച്ചു കൊടുക്കുക, ഈ ഒരു പ്രൊജക്ടറൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെയുള്ള ഡിജിറ്റൽ ലേണിങ്ങും നമുക്ക് ഒരേ സമയം നടത്താം. ഇതിനെയാണ് ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് നീഡ് ഇൻഡിവിജ്വൽ വേരിയേഷൻസ് അമംഗ് ലേണേഴ്സ് ടു ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. ഇത് നമുക്ക് ഈ ഒരു ലേണേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഇൻഡിവിജ്വൽ വേരിയേഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് എ വേ ഫോർ teachers to engage students through visuals through online and offline interactions. ഇതിലൂടെ ടീച്ചേഴ്സിന് എന്താണ്, സ്റ്റുഡൻസുമായിട്ട് ഓൺലൈനിലൂടെയും ഓഫ്ലൈൻ ഇൻറ്ററാക്ഷൻസും നടത്താൻ കഴിയും. അതായത് ഓൺലൈനിലൂടെ വിഷ്വൽസൊക്കെ കാണിച്ചു കൊടുക്കാം, ഓഫ്ലൈനായിട്ട് നമുക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാം. ഈ ഒരു മെത്തേഡാണ് ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറയുന്നത്. I conclude here. Thank you for watching our video. If you are interested, please subscribe, comment, share.